നീ എന്തിനാ ശീതള നിന്ന് പളങ്ങണത്? നിനക്ക് അവകാശപ്പെട്ട പൈസയല്ലേ നീ ചോദിക്കണത്? 3-ാം തീയതി നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാനേജറിനോട് വിളിച്ചിട്ട് വാക്ക് പറഞ്ഞ. ഏത് മാനേജർ? ഏത് മാനേജർ? അറക്കല് ഷാപ്പിലെ മാനേജർ ഗോവിന്ദേട്ടനോട്. അപ്പൊ ഈ ചെല്ലാന്ന് പറഞ്ഞാൽ ചെല്ലണ്ടേ? അയാള് ഫുഡും മറ്റേ പനങ്കള്ളും ഒക്കെ എടുത്തു വെക്കും. ഉള്ളകളിയാണോ ഇത്? നമ്മളെങ്ങനെ ഇപ്പൊ അവകാശം പറയാ? എന്താ അവകാശം? അവകാശം ഒന്നാ. നിന്നെ ആവശ്യമില്ലെങ്കിൽ അവള് കൂടെ നിർത്തുവോ? നിനക്ക് ഇട്ടുകൊണ്ട് പോയിക്കൂടെ? അതില് വന്നിട്ടുണ്ട്. ചെന്ന് ചോദിക്ക്. ഒരു തണുപ്പ് മട്ട് വാട്ട ഒന്ന് സ്ട്രോങ് ആകും. ചോദിച്ചു. എന്റെ മുഖത്ത് നോക്കിയതാ. നീ പിന്നെന്തിനാ വെച്ചിനി? ഒന്ന് സ്ട്രോങ് ആകും. ശീതളുടെ വരെ സർക്കാരിന്റെ ഭാര്യ. സർക്കാരിന്റെ വിഷയല്ലേ? ചെല്ലുന്ന തുണി കടിക്ക. ഒന്നാമത്തെ വൈകുന്നേരം നമുക്ക് അവിടുത്തെ ടൈം പോയി. നമുക്കെല്ലാം ഇതുപോലത്തെ ഒരു ഭാര്യ ഉണ്ടെങ്കിലും കിട്ടിയിട്ടില്ല പ്രാവശ്യം. എന്ത് പ്രാവശ്യം എനിക്ക് തരാറുള്ളത് എന്റെ പൈസ കിട്ടിയിട്ടില്ല. എപ്പോഴും ചോദിക്കുമ്പോ പൈസ തരാൻ വേണ്ടിട്ടേ നിങ്ങൾ എന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടാ അതല്ല, പെൻഷൻ കിട്ടിയതിന്റെ പൈസ എന്താ ഞാൻ നിങ്ങൾക്ക് തന്നെ എല്ലാം തരാറുണ്ടല്ലോ. 3000 രൂപ. അതെനിക്ക് തോന്നിയാ തരും, തോന്നില്ലെങ്കിൽ തരും. അങ്ങോട്ട് തരണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, 3000 രൂപ തരുകയാണെങ്കിലേ അമ്മയ്ക്ക് സുഖമില്ല. അതാ. ആരുടെ അമ്മയ്ക്ക്? പ്യാരിജാതന്റെ അമ്മയല്ലേ ഇന്നാള് മരിച്ചു പോയത്? അല്ല, ഉണ്ണിയുടെ. നിങ്ങൾ എന്തിനാണ് ഈ കള്ളം പറയണത്? കള്ളല്ല. ഒന്നാമത് ഈ വായി നോക്കിയാളായിട്ടുള്ള കൂട്ട് നിർത്തിയാൽ തന്നെ പകുതി നന്നാകും. അയ്യോ, അത് പറ്റില്ല. അമ്മാവൻ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം നമുക്ക്. പോണം. പോയിക്കോ. അല്ല, അവനും കൂടി വേണം. എന്നാ പോ. ചെല്ലുതേ വിളിക്കണ കൂട്ടുകാരി. അമ്മാവനെ വിളിക്കണ്ട കേട്ടോ. അമ്മാവൻ വരൂ. ഇപ്പ അമ്മാവനാണല്ലോ നിനക്കൊരു കൂട്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. വരട്ടെ. നീ എല്ലാത്തിനും അമ്മാവനെ വിളിക്കേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. ആ അമ്മാവൻ വന്നല്ല. കാശ് തരാണെങ്കിൽ എനിക്ക് പോകാം. അവന്റെ കൂട്ടുകാരങ്ങള് നിനക്ക് എന്താ പണി? അങ്ങനെയൊന്നുമില്ല. ചക്കിക്കൊത്ത ശങ്കരൻ. അമ്മാവാ. എന്താ വിളിച്ചേ? അമ്മാവാ. അയ്യോ, എന്റെ മണ്ടു, നീ എപ്പോഴും ഇങ്ങനെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ എനിക്ക് വേറെ പണിയും തോരൊന്നുമില്ലേ? അതന്നെ. പിന്നെ ഞാൻ ആരോട് പറയട്ടെ അമ്മാവാ? ഇന്നിപ്പോ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല അമ്മാവാ. ഒരു പ്രശ്നമില്ലാന്നല്ല, പൈസ കൊടുക്കാൻ. എന്ത്? 3000 രൂപ. എവിടുന്ന് എടുത്തിട്ട്? അല്ല, അത് എനിക്ക് തരാറുള്ളതാണ് പെൻഷൻ കിട്ടുമ്പോഴേ. ഓ, അവർക്ക് പെൻഷൻ കിട്ടി. പെൻഷന്റെ പൈസന്ന് 3000 രൂപ കൊടുക്കാനാ പറയണത്. ഇവൾക്ക് എങ്ങനെ ഈ പെൻഷൻ കിട്ടണ്? മരിച്ച ഭർത്താവിന്റെ കാശില്ലേ അല്ലേ പെൻഷൻ? ഈ മരിച്ച ഭർത്താവിന്റെ പെൻഷൻ കിട്ടുന്നത് നിനക്ക് തിന്നാൻ തരാനാണാ? തിന്നാനല്ല, ഓരോരോ ആവശ്യങ്ങൾക്കുള്ള. എടാ, അവനോന്റെ ആവശ്യങ്ങൾക്ക് വേണം, അവനോ പണിക്ക് പോണം. നീ പണിക്ക് പോയിട്ട് അവൾക്ക് കൊടുത്താലാണ് അവൾക്ക് വല്ല പെൻഷനും കിട്ടിയ ആ പൈസ നിനക്ക് തരിക. പോണം. എപ്പോ പോണം? നാളെ ആവട്ടെ. എന്താ പറയണ അമ്മാവാ? അമ്മാവനെ എന്തും പറഞ്ഞാണ് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ പറ്റി നാട്ടുകാരെന്ത് പറയും? നിനക്കൊരു കൂട്ടായിട്ട് ഇവനിവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ അമ്മാവൻ വളരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ലേ. ഇപ്പൊ എന്തായി? ഞാൻ എവിടേക്കാ പോയി? ഞാൻ കൂട്ടായിട്ട് ഇവിടെ തന്നെ നിക്കണില്ലേ? അങ്ങനെ കൂട്ടായിട്ട് നിൽക്കുകയാണോ ശീതള ചെയ്യേണ്ടത്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യനെ അധ്വാനിച്ച് പണിയെടുത്ത് കാശ് കൊണ്ടുവന്ന് കൊടുത്ത് ചെലവിന് കൊടുത്ത് നോക്കണ്ടേ? അല്ല, കാശ് കിട്ടുന്നുണ്ടല്ലോ. അത് അവൾക്ക് കിട്ടുന്ന കാശല്ലേ, അതെന്തിനാ നീ നോക്കണേ? അല്ല, ഞങ്ങള് 2 ആളല്ലേ ഉള്ളു അമ്മാവ. ആ കാശ് കൊണ്ട് നമുക്ക് 2 ആൾക്കല്ലേ. നിങ്ങൾ പണിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? നാളെ ആവട്ടെ. അപ്പൊ ഈ ജമ്മ നീ പണിക്ക് പോവില്ല തന്നെ? ഈ പണിയും തോറും ഇല്ലാത്തവരുടെ കൂടെ കറങ്ങാനാണ് അനക്ക് 3000 റുപ്യ? ഇവിടെ വിട്ടേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ എടുക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാ? അതാരാ അത്? സത്യശീല സാറാണല്ലോ. എന്താണാവോ?
ആ സുഗതൻ സാറേ ഒന്നിട്ട് വന്നേ. അല്ല കേറിയിരിക്കാൻ ഇല്ല ഒരു കാര്യം പറയട്ടെ. വരൂ. എന്താ സത്യം സാറേ? അതാരാണ്? അതാണ് എൻ്റെ മരുവള് മണ്ടോദരി. അതല്ലാന്ന് മറ്റേ ആള്. അതവളുടെ ഭർത്താവ് ശീതളൻ. ഭർത്താവോ? സാറേ എന്തറിഞ്ഞിട്ടാണ് എന്നെ കൊലക്ക് കൊടുക്കുകയാണ്? ഇത് ജോലി പോകുന്ന കേസല്ലേ? സാറ് എന്റെ സ്ഥാനത്തിരുന്നു സാറല്ലേ? അതെ സാറ് പറഞ്ഞോണ്ടല്ലേ മകള് പുനർവിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ ഞാൻ ഒപ്പിട്ട് തന്നത്. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞാല് ഇത് രജിസ്റ്റർ കഴിഞ്ഞിട്ടില്ല. നിയമപ്രകാരം അവര് കല്യാണം കഴിച്ചിട്ടില്ലാന്ന്. അല്ല അപ്പോ ഈ 4 ആള് കൂടിയിട്ട് അമ്പലത്തിൽ വെച്ചിട്ടൊരു മാലട്ടൂന്ന് മാത്രമേ ഉള്ളൂ. അത് ഭർത്താവ് മരിച്ചിങ്ങനെ ഒറ്റയ്ക്ക് കഴിയണ മോശമല്ലേ? ഒരു തുണയ്ക്കൊരാളായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരുത്തനെ കണ്ടെത്തി കല്യാണം കഴിച്ചു കൊടുത്തതാ. എന്റെ സുഗതൻ സാറേ, സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അതല്ലെങ്കിലും നിങ്ങളുടെ സ്ഥാനത്തിരുന്ന് റിട്ടയർഡായ ഒരാളല്ലേ ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഓഫീസറെ ചതിക്കുവോ? കണ്ടോ, എനിക്ക് 3000 തരാണേ അവരുടെ കൂടെ പോവായിരുന്നു. ഇതിപ്പോ ഏതായാലും ഈ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് മറ്റേ ആ പെൻഷൻ വാങ്ങിച്ചിട്ട് കഴിയാന്ന് പറയണ മോശമല്ല സാറേ? അത് പിന്നെ അവളുടെ നിവൃത്തികേട് കൊണ്ടാണത്. നിവൃത്തികേടുകൊണ്ട് പലരും പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഒന്നുകിൽ ഈ കല്യാണം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യണം, എന്നിട്ടും ആ പെൻഷൻ ഒഴിവാക്കണം. അതല്ലെങ്കിൽ ഈ കല്യാണം ഒഴിവാക്കിയിട്ട് ആ പെൻഷൻ വാങ്ങിക്കണം. അതിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഏറ്റവും മോശമാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ഓ സാറേ, വരാൻ പറഞ്ഞ ദിവസമാണെന്ന്. 2ാം ദിവസം മേപ്പെട്ടാക്കിയില്ലേ സാറേ? ഇന്ന് രാവിലെ മുതൽ എന്നെ ഇരിക്കാൻ സമ്മതിക്കാതെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുക. കൃഷി ഓഫീസറുടെ കൈപ്പഴവെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ ചുമ്മാ അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്തായി സാറേ നമ്മുടെ പരിപാടികൾ? കാര്യങ്ങൾ എന്തായി? പോസ്റ്റ് ചെയ്തില്ല. അങ്ങനെ ചെയ്യോ? ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറയാം ഓക്കെ അല്ലേ? സംഭവം ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ സാറെല്ലാം ചെയ്തു. നിങ്ങളുടെ ആ സ്ഥലം നോക്കി പോയി കണ്ടോ? അപ്പൊ അത് 50% വെള്ളക്കെട്ടാണല്ലോ. അത് നിങ്ങൾ വിഷയാക്കണ്ടെന്ന്. മഴ പെയ്താലേ ഉള്ളൂ. മഴ ഒരു കുഴപ്പമില്ല. അത് വിഷയാക്കേണ്ടി വരും. അത് നടക്കില്ല. അതങ്ങനെ ഇല്ല, ചെയ്യാൻ പറ്റില്ല. സാറേ അങ്ങനെ അതങ്ങനെയാണ് സാറേ. നമ്മള് അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. നമ്മള് ഡീല് സെറ്റ് ചെയ്തിട്ട് പോയതാണ്. എന്താ അത്? അല്ല, ഏറ്റവും പുറത്തേക്ക് പോയാല് ആ വിവരം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായാലേ പിന്നെ സാറിന്റെ ഈ ബോർഡൊന്നും ഇവിടെ വെക്കേണ്ടി വരില്ല. അതാണ്. അത് കുഴപ്പമില്ല. അത് നിങ്ങൾ എന്ത് വേണം ചെയ്തു. പിന്നെ പറഞ്ഞ മാതിരി സസ്പെൻഷനിലായ കൃഷി ഓഫീസർ എന്നൊക്കെ പറയണത് ഭയങ്കര ബോറാണ്. അത് നിങ്ങൾക്ക് എന്ത് വേണേ ചെയ്തോ, എനിക്ക് ഒരു ചുക്കുമില്ല. ഞാൻ പറയട്ടെ, മണ്ടോദരി വിധവയാണ്. അവര് നിയമപ്രകാരം കല്യാണം കഴിച്ചിട്ടില്ല. എന്തൊക്കെ വർത്തമാനങ്ങൾ! കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് എവിടെ രേഖകളില്ല. പിന്നെ എന്താ നിങ്ങൾ നമ്മളെ പൊട്ടന്മാരാക്കണ്ട. നമ്മളെ പഞ്ചായത്തിൽ നിന്ന് വരി, ഏതെങ്കിലും കുട്ടികളെടുത്ത് ചോദിച്ചു നോക്കി മണ്ടോദരിന്റെ ഭർത്താവ് കുട്ടികൾ പറയും സീതളാന്ന്. അതിനെന്താ കുഴപ്പം? അപ്പൊ പിന്നെ എങ്ങനെയാ ഒരു ലിവിങ് ടുഗദറോ? ആയിരിക്കും. ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ആർക്കാ പ്രശ്നം? അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് ഈ ഫാമിലി പെൻഷൻ വാങ്ങാൻ വേറെ കല്യാണം കഴിക്കാതിരുന്നാൽ മതി, വേറെ തന്നെ ഭർത്താവായിട്ട് വെച്ച് അവിഹിതമായിട്ട് ജീവിക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. കല്യാണം കഴിച്ചു എന്നുള്ള രേഖ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ അത്രേ ഉള്ളൂ. ചുരുക്കത്തിൽ ഇപ്പൊ കല്യാണം കഴിച്ചാല് ഹലാലായിട്ട് ജീവിക്കരുത്, ഹറാമായിട്ട് എന്ത് തോന്നിയാസമാണ് അല്ലേ സാറേ? ഈ മണ്ടോദരി എന്ന് പറയുന്ന സ്ത്രീ സർക്കാരിൽ നിന്ന് പറ്റുന്ന ഫാമിലി പെൻഷൻ കൊണ്ടാണ് അവരെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കണമെന്ന് പറയുന്ന ആ ശീതളൻ ജീവിക്കുന്നത് പോലും. അപ്പൊ സർക്കാർ ഇപ്പോഴും പഴയ കീഴ്വഴക്കത്തിലാണ് വിശ്വസിക്കുന്നത്. ഏതൊരു സ്ത്രീക്കും ജീവിക്കണമെങ്കിൽ ഭർത്താവിന്റെ സംരക്ഷണം വേണം പോലും. ഇതൊക്കെ എവിടത്തെ ന്യായമാണ് സാറേ? അതാണ് നിയമം സാറേ. അപ്പോ നമ്മളെ സ്ഥലം അത് വെള്ളത്തില്. മായം
മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.